നമസ്കാരം. പണ്ടൊരു ചൊല്ലുണ്ട്, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം അല്ലെങ്കിൽ ചട്ടിയോളം. എറണാകുളം വിമതന്മാർ എത്ര ചാടിയാലും അത്രയേ വരൂ. ഇപ്പോൾ വിമതർ സ്ഥിരം പ്രശ്നക്കാരായി മാറി. പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കി പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. പിടിച്ചു നിൽക്കണ്ടേ? അവരുയർത്തിവിട്ട പല വിഷയങ്ങളും ചീറ്റിപ്പോയപ്പോൾ പിടിച്ചു നിൽക്കാനാണ് കുർബാന പ്രശ്നം എടുത്തിട്ടത്. മോങ്ങാരുന്ന നായുടെ തലേ തേങ്ങ വീണതുപോലെ ആയത്. ഇത് കഴിഞ്ഞാൽ വേറെ വിഷയവും ഉണ്ടാക്കും. ഇതിനു മുമ്പ് അവർ കൊണ്ടുവന്ന ബിഷപ്പ് ഫ്രാങ്കോ കേസ് ലത്തീൻ സഭയുടെ ആഭ്യന്തര വിഷയം മാത്രമായിരുന്നു. അത് സിറോ മലബാർ സഭയിൽ കൊണ്ടുവന്ന് ആലഞ്ചേരി പിതാവിനെ കുടുക്കാൻ നോക്കി. 8 നിലയിൽ പൊട്ടിപ്പോയി. പിന്നെ തൊടുത്തുവിട്ടത് ഭൂമി വിവാദം. അതും കെട്ടിച്ചമച്ച കേസാണെന്ന് ബോധ്യമായി. അതും ചീറ്റിപ്പോയപ്പോഴാണ് വ്യാജരേഖ കേസ് ഉണ്ടായത്. ഇങ്ങനെ ഓരോരോ കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒരു മെത്രാൻ സമിതിക്കും അത്താഴം മുടക്കികളായ ഈ നീർക്കോലി വിമത ശല്യം തീർക്കാനോ സഭയിലെ വിശ്വാസികളെ നേരിന്റെ മാർഗത്തിലൂടെ സഭയോടും മാർപ്പാപ്പയോടും ഒപ്പം നിർത്തി സഭയെ നയിക്കാനോ ഉള്ള തന്റെ ഇടമില്ല. ആത്മീയ തീക്ഷ്ണതയില്ല, ആത്മാർപ്പണ ബോധമില്ല, വിശ്വാസ തീക്ഷ്ണതയും അർപ്പണ കർമ്മ ബോധവുമില്ല. ഉണ്ടെങ്കിൽ ഒരു ഇടവകയിൽ തന്റെ അജപാലന കർമ്മം നിർവഹിക്കാൻ തന്നാൽ നിയമിക്കപ്പെട്ട ഇടവക വികാരിയെ നിലയ്ക്ക് നിർത്താനും അനുസരിപ്പിക്കാനും വിമത ധിക്കാരികളെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനും സാധിച്ചേനെ. വെറുതെ തിന്നും കുടിച്ചും ആഡംബര ലൗകിക സുഖജീവിതം നയിച്ച് നടക്കാതെ സഭയിലെ ഇടവക ജനതയ്ക്ക് സഭ നിർദ്ദേശിക്കുന്ന ആത്മീയ ശുശ്രൂഷ താൻ നിയോഗിച്ച തന്റെ പ്രതിനിധി ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുമായിരുന്നു. വിശ്വാസികൾക്ക് അവരുടെ ശുശ്രൂഷകൾ ലഭ്യമാക്കാൻ ഉതകുന്ന നിയമ നടപടികൾ ചെയ്യുമായിരുന്നു. തന്റെ പരിധിയിൽ വരുന്ന ഇടവക ജനങ്ങളെ ഇടവക നിയമത്തിന്റെ സാധ്യതയെ നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു. സ്ലീഹമാരുടെ പിന്തുടർച്ചക്കാരെന്ന് സ്വയം വിശേഷിപ്പിച്ച് അവരുടെ പേരിന് കളങ്കം ചേർത്തുന്ന പേടിത്തോണ്ടന്മാരായി പോയല്ലോ ഈ മെത്രാന്മാരെന്ന് ഓർക്കുമ്പോഴാണ് വിശ്വാസികൾക്ക് സങ്കടം. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ ധൈര്യമില്ലാത്തവരായി പോയല്ലോ എന്നാണ് അവരുടെ ചിന്ത. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സഭയാണ് സിറോ മലബാർ സഭ. അതിങ്ങനെയാണെങ്കിൽ ആ സഭയുടെ മഹിമ എന്തെന്ന് കൂടി വിമതന്മാരും അവരുടെ പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കണം. അതറിയാൻ വിവരമില്ലാത്ത എറണാകുളത്തെ കുറെ വിമത പാദ്രിമാരും അവരുടെ കൂടെ നിൽക്കുന്ന കുറെ വിമത മെത്രാന്മാർക്കും ബോധമുണ്ടാകണം. കുറെ നാളായി വിമതന്മാർ പറയുന്നു, ഞങ്ങൾ വേറെ സഭയുണ്ടാക്കി പോകുമെന്ന്. ഒന്ന് പോയി തരാമോ എന്നാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പറയുന്നത്. പോകുമെന്ന് ഓലപ്പാമ്പിനിട്ട് പേടിപ്പിക്കണ്ട. ഇനിയും നിങ്ങൾ പറയരുത് ഞങ്ങൾ പോകില്ലെന്ന്. പോകാൻ തീരുമാനിച്ചാൽ പോകണം. അതാണ് അന്തസ്.